അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ഹ്യുണ്ടായിൻ്റെ 3 ഇയോൺ ആണ്. 2 ഗ്രേ കളറും ഉണ്ട്, ഒരു വൈറ്റും ഉണ്ട്. 14 മോഡലുണ്ട്, പിന്നെ 16 ഉണ്ട്, 18 ഉണ്ട്. 3 അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെയുള്ള വണ്ടികളാണ്. 800 cc വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 18-20 ആ ലെവലിലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. ഹ്യുണ്ടായിൻ്റെ വണ്ടികൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വണ്ടികളാണ്. ചെറിയൊരു ഫാമിലിക്കൊക്കെ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റോട് കൂടി ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ഏകദേശം നമുക്കൊരു 80%, 85% വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു മുടക്കിൽ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2018 മോഡൽ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 2,40,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ വരുന്നത് ഒരു അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. 1,85,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. ലാസ്റ്റ് വരുന്ന ഒരു 16 മോഡലാണ്. 2 ലക്ഷം രൂപക്കും കൊടുക്കാൻ കഴിയും. 0808 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ബാക്കി മൊത്തമായിട്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരുന്നത് 2018 മോഡൽ വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഗ്രേ കളറാണ്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിയുമല്ല. KL47 കൊടുങ്ങല്ലൂരാണ് വണ്ടിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത് ഇറാ പ്ലസ് ആണ്. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഇതിൻ്റെ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിൻ്റെ വണ്ടി, നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറാ പ്ലസ് ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ് അത്രയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ 4 ടയറും ഏകദേശം 90% ടയറുണ്ട്. വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ നിലവിലുള്ള വണ്ടി. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 2 ലക്ഷം വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടി വരുന്നത് 2014 മോഡലാണ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടിയുള്ളത്. ഇറാ പ്ലസ് തന്നെയാണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL55 തിരൂരാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. 1,30,000 കിലോമീറ്റർ വണ്ടി നിലവിൽ ഓടിയിട്ടുണ്ട്. ഇത് വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട്. ഡോൾട്ടണിലേക്കൊക്കെ കൺവേർട്ട് ചെയ്താണ്. നല്ല സ്പോയിലറൊക്കെ വണ്ടിക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവർ വണ്ടിക്കുണ്ട്. വണ്ടി സെയിം ഓപ്ഷൻ തന്നെ വണ്ടി വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ AC, പവർ സ്റ്റിയറിംഗ്, പിന്നെ സ്റ്റീരിയോ അഡീഷണൽ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിൽ 2 ഡോർ പവർ വിൻഡോൻ്റെ വണ്ടിക്ക് വരുള്ളൂ കേട്ടോ. ഒക്കെ ബേസിക് ആയിട്ടുള്ള വരുന്ന ഫീച്ചേഴ്സേ ഉണ്ടാവുള്ളൂ. നല്ല വൃത്തിയുള്ള അലോയ് വീൽ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം ഒരു ആവറേജ് ടയറേ ഉള്ളൂ. ഇതും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 1,85,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 1,35 വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് വരുന്ന വണ്ടി 2016 മോഡൽ. ഇതും സെക്കൻഡ് ഓണർഷിപ്പ് തന്നെ വണ്ടി നിലവിലുള്ളത്. 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെയിം ഓപ്ഷൻ തന്നെ വരുന്നത് ഇറാ പ്ലസ് ആണ്. KL50 മണ്ണാർക്കാടാണ് വണ്ടീൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. നല്ല ഗ്രേ കളറിൽ അത്യാവശ്യം വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവർ ഉണ്ട്. ഏകദേശം മാറാനായിട്ടുണ്ട്. പിന്നെ ഇറാ പ്ലസ് ആയതുകൊണ്ട് തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ, അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗം കുഴപ്പമില്ലാത്ത ടയറുണ്ട്. ഇതും വണ്ടി മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഫാൻസി നമ്പറാണ്. 0808 എന്ന നമ്പറാണ് വരുന്നത്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 2 ലക്ഷം രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 1,80 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 വാഹനങ്ങൾ നമുക്ക് ഏകദേശം ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ആദ്യം പറഞ്ഞ പോലെ വണ്ടീൻ്റെ പ്രത്യേകത 800 cc ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 18-20 ലെവലൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. വണ്ടി പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ ലോ മെയിൻ്റെനൻസ് വണ്ടിക്ക് വരുള്ളൂ. അല്ലാണ്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു അടവൊക്കെ അടച്ച് കൊണ്ടുനടക്കാൻ പറ്റിയ വാഹനങ്ങളാണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്.